ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം LDF-ൽ നിന്നും കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിച്ച UDF-ന് ഭരണം തുടങ്ങും മുൻപേ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വൈരാഗ്യം വില്ലനാവുകയാണ്. മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം പിടിച്ചെടുത്ത കോൺഗ്രസിൽ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തെരുവിലേക്ക് പടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ അപ്രതീക്ഷിതമായി തഴഞ്ഞതും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കായി മേയർ പദവി വീതം വെച്ചതും കോൺഗ്രസിനെ വലിയൊരു സംഘർഷത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു ദീപ്തി മേരി വർഗീസിന്റേത്. മുൻപരിചയം പാർട്ടിയിലെ ഉയർന്ന സ്ഥാനവും ദീപ്തിക്ക് അനുകൂലമാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് ദീപ്തിയെ പാടെ ഒഴിവാക്കി VK മിനിമോളിനെയും ഷൈനി മാത്യുവിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. പാർട്ടിക്കുള്ളിലെ കരുത്തരായ ഗ്രൂപ്പുകൾ സംയുക്തമായി നടത്തിയ നീക്കമാണ് ദീപ്തിയുടെ പുറത്താക്കലിന് പിന്നിലെന്നാണ് സൂചന. KC വേണുഗോപാലുമായി രാഷ്ട്രീയപരമായി ഏറെ അടുത്തു നിൽക്കുന്ന ദീപ്തിയെ വെട്ടാൻ ജില്ലയിലെ പ്രബലരായ നേതാക്കൾ കൈകോർത്ത് കടുത്ത ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ തെളിവായി ദീപ്തി പക്ഷം ചൂണ്ടിക്കാട്ടുന്നു. തഴയപ്പെട്ടതിലുള്ള അതൃപ്തി ദീപ്തി പരസ്യമായി പ്രകടിപ്പിച്ചതോടെ കൊച്ചിയിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. നിലവിലെ തീരുമാനപ്രകാരം മേയർ സ്ഥാനം 2.5 വർഷം വീതം 2 പേർക്കായി പങ്കിട്ട് നൽകും. ആദ്യ ടൈം 2.5 വർഷം VK മിനിമോൾ, രണ്ടാം ടൈം 2.5 വർഷം ഷൈനി മാത്യു. കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നടന്ന അഭിപ്രായ വോട്ടെടുപ്പിലെ കണക്കുകൾ ഇപ്രകാരമാണ്. ഷൈനി മാത്യു 21 കൗൺസിലർമാരുടെ പിന്തുണ നേടി ഒന്നാമതെത്തി. VK മിനിമോൾ 17 പേരുടെ പിന്തുണയോടെ രണ്ടാമതെത്തി. ദീപ്തി മേരി വർഗീസിന്റേത് ഏറ്റവും കുറഞ്ഞ പിന്തുണയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ഷൈനി മാത്യുവിനെ ആദ്യ ടൈമിൽ പരിഗണിക്കാതെ മിനിമോളിന് അവസരം നൽകിയതും പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. VD സതീശന്റെയും ഗ്രൂപ്പ് നേതാക്കളുടെയും താൽപര്യപ്രകാരമാണ് മിനിമോളിന് മുൻഗണന നൽകിയതെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. മേയർ തിരഞ്ഞെടുപ്പ് സുതാര്യമായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ദീപ്തി മേരി വർഗീസ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഔദ്യോഗികമായി പരാതി നൽകി. KPCC നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ജില്ലയിലെ നേതാക്കൾ അട്ടിമറിച്ചുവെന്നാണ് പ്രധാന ആരോപണം. ഇതിലുപരി കൊച്ചിയിലെ നിർണായക ശക്തിയായ ലത്തീൻ കത്തോലിക്ക സഭയുടെ കടുത്ത സമ്മർദ്ദത്തിന് പാർട്ടി വഴങ്ങിയെന്നാണ് KC വേണുഗോപാൽ പക്ഷം ഉന്നയിക്കുന്ന ആരോപണം. സമുദായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത നേതാക്കളെ തഴയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നിവർ മുന്നറിയിപ്പ് നൽകുന്നു. സഭയുമായി ദീപ്തിക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ നീക്കത്തിന് പിന്നിലുണ്ടോ എന്നതും ചർച്ചയാകുന്നുണ്ട്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മാത്രമല്ല, UDF-ലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന്റെ അതൃപ്തിയും ഭരണത്തെ പ്രതിസന്ധിയിലാക്കുന്നു. കൊച്ചി കോർപ്പറേഷനിൽ മികച്ച മുന്നേറ്റം നടത്തിയ തങ്ങൾക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന നിലപാടിലായിരുന്നു ലീഗ്. എന്നാൽ ഇത് കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. ലീഗിനെ അവഗണിക്കുന്നത് മുന്നണി ബന്ധത്തിന് ഗുണകരമാകില്ലെന്ന് പ്രാദേശിക ലീഗ് നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചു കഴിഞ്ഞു. വിജയത്തിൽ തങ്ങൾക്ക് നിർണായക പങ്കുണ്ടായിട്ടും അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിലും അമർഷം പുകയുന്നുണ്ട്. കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾക്കിടയിലും ഘടകകക്ഷികളെ കൂടി പിണക്കുന്നത് കോർപ്പറേഷൻ ഭരണം ദുഷ്കരമാക്കും. ദീപ്തി മേരി വർഗീസ് ഉയർത്തിയ കലാപം തണുപ്പിക്കാൻ നേതൃത്വം ചില പാക്കേജുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദീപ്തിയെ കൊച്ചി മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി അധ്യക്ഷയായി നിയമിക്കാൻ ആലോചനയുണ്ട്. കോർപ്പറേഷൻ ഭരണത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരു പദവിയാണിത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദീപ്തിക്ക് സീറ്റ് നൽകാമെന്ന ഉറപ്പും ഹൈക്കമാൻഡ് തലത്തിൽ നിന്ന് നൽകാൻ ശ്രമിക്കുന്നു. എന്നാൽ മേയർ സ്ഥാനത്ത് നിന്നും തന്നെ ഒഴിവാക്കാൻ ഉപയോഗിച്ച ഗ്രൂപ്പുകളിൽ ദീപ്തി അതീവ ക്ഷുഭിതയാണ്. കേവലം ഒരു പദവി കൊണ്ട് ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് അവരുടെ അടുപ്പക്കാർ നൽകുന്ന സൂചന. കൊച്ചിയിൽ കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം വരാനിരിക്കുന്ന കാലത്തെ ഭയാനകമായ സൂചനയാണ്. ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിച്ചു നൽകിയ ഭൂരിപക്ഷം പരസ്പരം വെട്ടിനിരത്താൻ ഉപയോഗിക്കുന്നത് അണികൾക്കിടയിൽ നിരാശ പടർത്തുന്നു. LDF ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. വോട്ടിംഗിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും ഷൈനി മാത്യുവിനെ തഴഞ്ഞ് മിനിമോളിന് അവസരം നൽകിയതും ദീപ്തിയെ പാടെ അവഗണിച്ചതും പാർട്ടിക്കുള്ളിലെ വിശ്വസ്തതയെ തകർത്തിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ UDF സർക്കാർ അധികാരത്തിലേറുന്നത് ഒരു മുൾക്കിരീടം ചൂടിയാകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ദീപ്തിക്കെതിരെ ഒന്നിച്ചതും മുസ്ലിം ലീഗ് ഇടഞ്ഞു നിൽക്കുന്നതും ഭരണത്തിന്റെ താളം തെറ്റിച്ചേക്കാം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഇടപെടൽ ഇവിടെ നിർണായകമാണ്. ദീപ്തിയെ അനുനയിപ്പിക്കാൻ ലീഗിനെ ഒപ്പം നിർത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെങ്കിൽ കൊച്ചി മെട്രോ നഗരത്തിന്റെ ഭരണം UDF-ന് വലിയൊരു തലവേദനയായി മാറും. ഗ്രൂപ്പ് താൽപര്യങ്ങൾ മാറ്റിവെച്ച് ഐക്യത്തോടെ പോയില്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കിയ ഭരണം നിലനിർത്തുക കോൺഗ്രസിന് പ്രയാസകരമാകും.